എല്ലാവരും ഡൗട്ടാണ് പട്ടിണി കിടന്നിട്ടാണോ വെയിറ്റ് കുറക്കുന്നത്, ഡയറ്റ് എന്ന് പറഞ്ഞാൽ പട്ടിണിയാണോ എന്നൊക്കെ. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ, നമ്മളൊക്കെ ഫുള്ളി എൻജോയ് ചെയ്തിട്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ടാണ് വെയിറ്റ് കുറച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവാതിരിക്കേണ്ട, നമ്മളെ ക്ലയൻസ് ഓരോരുത്തരും പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ 1 അവർ നമ്മൾ വർക്കൗട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. വർക്കൗട്ടിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞുതരാം. സന്തോഷം, ഭയങ്കര സന്തോഷം. ഞാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞതാ, എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെറുതായിട്ടൊക്കെ എക്സസൈസ് ചെയ്യലുണ്ട്, ഡയറ്റൊക്കെ ചെറുതായിട്ട് എടുക്കലുണ്ട്. പക്ഷേ അത് ഫോളോ ഓഫ് ആയിട്ട് പോകാത്തത് എന്താ വെച്ചാൽ ഈ ഒരു വെയിറ്റ് മെഷീൻ ഉണ്ടല്ലോ, ഇതിന് ഞാൻ 73 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വെയിറ്റ് 75ഉം 76 ഉള്ളത് ഞാൻ കുറച്ച് 73 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 6 മാസമായിട്ട് ഒരു മാസം ഞാൻ നോമ്പ് നോക്കിയിട്ട് എനിക്ക് ഈ വെയിറ്റ് കാണാൻ പറ്റിയിട്ടില്ല. ഒരു മാസം ഞാൻ നോമ്പ് നോക്കിയിട്ടും ആ 73 അതിലിങ്ങനെ നിൽക്കും. 73 500 അല്ലെങ്കിൽ 74 500 അല്ലെങ്കിൽ 75 അങ്ങനെ കാണുന്നല്ലാണ്ട് 73 ഇങ്ങോട്ട് ചോട്ടക്ക് വന്നിട്ടില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇതിന് കാരണങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും ഹാർഡ് വർക്കുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് തെറ്റുള്ളത് പറഞ്ഞു തന്നിട്ടും അല്ലെങ്കിൽ വർക്കൗട്ടിൽ കയറിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒക്കെ. അപ്പോൾ അതൊക്കെ മോട്ടിവേഷൻ ആവണം. അപ്പോൾ കയറാനുള്ള ഒരു ഉന്മേഷമുണ്ട്. കയറണം. അതായത് ആ ടൈം ഞാൻ ആദ്യം സത്യമായിട്ടും കരുതിയത് എന്താ വെച്ചാൽ ചെറിയ മോളുള്ളതാണ്. അപ്പോൾ ടൈം സെറ്റാവും, മോള് കരയോ അത് കഴിയൂലേ എന്നൊക്കെ കരുതി. പക്ഷേ അതൊന്നും തരില്ല. അത് നമ്മളൊന്നിക്ക് വേണമെന്ന് വെച്ചാൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി. അത് തിരിച്ചറിഞ്ഞത് ഈ ഇതിൽ വന്നിട്ടാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, സന്തോഷം കൊണ്ടൊന്നും പറയാൻ കഴിയില്ല. ഗ്രൂപ്പിലേക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് നല്ല മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്, എന്തോ ആയി കുറേ ഉടഞ്ഞു പോയി എന്നുള്ള എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇരുന്നിരിക്കുന്ന പെട്ടെന്ന് എണീക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ നടക്കുമ്പോൾ കിടപ്പ്, അതേപോലെ സ്റ്റെപ്പ് വരുമ്പോൾ കിടപ്പ്, അങ്ങനെയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതുപോലെ ഇരുന്നിരിക്കുന്ന പെട്ടെന്ന് ഞങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എണീക്കാനും അതേപോലെ സ്റ്റെപ്പ് വരുമ്പോൾ ഇപ്പോൾ അങ്ങനെ കുഴപ്പമില്ല, ഒന്ന് കയറുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നല്ല മാറ്റം. അതുകൊണ്ട് ഈ ക്ലാസ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ക്ലാസ്സിലെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടാണ് ഞാൻ ഉണ്ടാകുന്നതിലേക്ക് പക്ഷേ അത് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഫോട്ടോ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഫേസിൽ തന്നെ നല്ലൊരു മാറ്റമുണ്ട്. പിന്നെ ഞാൻ ഇന്നേക്ക് 6 ദിവസമായി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ഇട്ടത് ഇന്നെടുത്ത ഫോട്ടോ ആണ്, രണ്ടാമത് ഇട്ടത് ഈദിനെടുത്ത ഫോട്ടോ ആണ്. പക്ഷേ നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട്. ഈദിനിട്ടാകുമ്പം പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് പിന്നെ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ നമ്മൾ ഇട്ടോക്കില്ല. ഷോപ്പിൽ പോയിട്ട് ഞാൻ അങ്ങനെ ഇട്ടോക്കാറില്ല, വീട്ടിൽ വന്നിട്ട് എവിടെയല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ മോന് പാലുകൂടി മാറ്റാൻ അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടുണ്ടായത്. പിന്നെ കുറേ ഇന്ന് ഞാൻ ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ അപ്പം ഫംഗ്ഷന് പോയാൽ ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ഫംഗ്ഷന് പോയത്. നല്ല മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. അത് നമ്മൾ ഈ തടിച്ച ടൈമിൽ പിന്നെ എന്ത് ചുരിദാർ ഇട്ടാലും പിന്നെ നമുക്ക് ഈ കഴുത്തിൻ്റെ അങ്ങോട്ട് കയറി പോകുന്നതൊക്കെയാണ്. ഇപ്പം പക്ഷേ നല്ലൊരു കംഫേർട്ട് ഉണ്ട് നമുക്ക്. എന്തെന്ന് പറയേണ്ടത് ഡ്രസ്സെല്ലാം അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. നമുക്കെല്ലാം ചുരിദാർ ഇടുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കും. മാക്സിൽ ഇട്ടിട്ട് തന്നെ ശീലമായിട്ട് എന്നെ എല്ലാവരും ചീത്ത പറയലാണ്. പിന്നെ നല്ല കൈക്കെല്ലാം നല്ലൊരു മാറ്റം.